മൂന്നാറിലെ ജനവാസ മേഖലയിൽ പടയപ്പ തുടരുകയാണ്. ചൊക്കനാട് എസ്റ്റേറ്റിലാണ് കാട്ടാനക്കൂട്ടത്തെ കണ്ടത്. ആ കാട്ടാനക്കൂട്ടത്തോടൊപ്പമാണ് ഈ പടയപ്പ ഉള്ളത്. ഇപ്പം പടയപ്പയുടെ ദൃശ്യങ്ങൾ 24 കിട്ടി. ആ കാട്ടാനക്കൂട്ടം അവിടെയുണ്ട്. നമുക്ക് ആ ദൃശ്യം ആദ്യം നോക്കാം. കണ്ടില്ലേ, നമ്മൾ അറിയേണ്ട കാര്യം ഈ പടയപ്പ മതപ്പാടിലാണ്. അതുകൊണ്ട് തന്നെ സാധാരണ പടയപ്പ കണ്ട മൂന്നാർ പരിസരത്തുള്ള ആൾക്കാരൊന്നും ഭയക്കാറില്ല. എന്നാൽ ഈ മതപ്പാടിലുള്ള ആനയെ ശ്രദ്ധിക്കുക. കട്ടപ്പനയിൽ നിന്ന് രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചെയ്തു. രാഹുലെ, ശരിക്കും എല്ലാം കൂടെ ഒരു കുട്ടിയാന ഉൾപ്പെടെ 4 ആനയുണ്ട്. 7 കാട്ടാനകൾ ഇപ്പോൾ RRTയുടെ നിരീക്ഷണത്തിലാണെന്നും നമുക്ക് മനസ്സിലാകുന്നു. വിവരങ്ങൾ അതെ, ഈ പടയപ്പയുള്ളത് 3 ആനകളുടെ കൂട്ടത്തിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി അങ്ങനെ തന്നെയാണ്. മതപ്പാടായതിനു ശേഷം കാട്ടാനക്കൂട്ടത്തോടൊപ്പമാണ് പടയപ്പയെ കണ്ടിട്ടുള്ളത്. RRT എന്തായാലും ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ജനവാസ മേഖലയ്ക്കടുത്ത് ജനവാസ മേഖലയിൽ തന്നെയാണ് പടയപ്പ തുടരുന്നത്. ചൊക്കനാട് എസ്റ്റേറ്റിലാണ് കാട്ടാനയുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ദേശീയപാത മുറിച്ച് കിടക്കുന്ന കാട്ടാനയുടെ ദൃശ്യങ്ങൾ കണ്ടതാണ്. വലിയ തരത്തിൽ RRT പെടാപ്പാട് പെടുന്നുണ്ട്. കാരണം 7 ആനകൾ നിലവിൽ മൂന്നാർ മേഖലയിൽ തന്നെ, പെട്ടിമുടി RRTയുടെ കീഴിൽ തന്നെ 7 കാട്ടാനകളുണ്ട്. അവയെ ഈ RRT നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറായിട്ടുള്ള JNJ പകർത്തിയതാണ്. അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ നിരീക്ഷണം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൗതുകമുള്ള ഒരു കാഴ്ചയാണ്. പടയപ്പ കാട്ടാനക്കൂട്ടത്തോടൊപ്പം നിൽക്കുന്നു. വളരെ കൗതുകമുള്ള കാഴ്ച. ആളുകൾക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ ആ കൗതുകം കൊണ്ട് ഈ കാട്ടാനകളുടെ അടുത്തേക്ക് അടുത്തേക്ക് ചെല്ലാൻ നിൽക്കരുത് എന്നുള്ള പ്രത്യേക നിർദ്ദേശം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഫോട്ടോ എടുക്കാനോ സെൽഫി എടുക്കാനോ ഒക്കെ ആയിട്ടുള്ള ശ്രമം ഈ വിനോദസഞ്ചാരികളുടെ ഭാഗത്തു നിന്നോ നാട്ടുകാരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായാൽ കർശന നടപടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ട്. കാരണം മതപ്പാടിലായതുകൊണ്ട് തന്നെ ആന കൂടുതൽ അക്രമാസക്തനാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു നിർദ്ദേശം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള. എന്തായാലും ആളുകൾ വളരെ ജാഗ്രതയോടുകൂടി പടയപ്പയെ കണ്ടാൽ പെരുമാറുക. എന്തായാലും ഇത് കൗതുകമുള്ള കാഴ്ചയാണ്. പക്ഷേ ഈ കാഴ്ചയുടെ കൗതുകം പടയപ്പയുടെ അടുത്തേക്ക് ചെന്നാൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.